അധികാരത്തിലേക്ക് തിരിച്ചെത്താനായില്ലെങ്കിലും കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നത് വലിയ ആശ്വാസമാണ്. പരിഹാസങ്ങളും പരിമിതികളും മറികടന്ന് രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അനിഷേധ്യ സാന്നിധ്യമാകുന്നതിനും ഈ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിപക്ഷ സാന്നിധ്യമാകാനും ഇന്ത്യ ബ്ലോക്കിന് കഴിയും. തോറ്റുപോയെന്നിരിക്കാം, ചെങ്കോട്ടയിലേക്കുള്ള വഴിവീഥിയിൽ ഇടറി വീണെന്നുമിരിക്കാം. പക്ഷെ കാവിപ്പടയുടെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയാൻ മിന്നിയിട്ടുണ്ട്. പതറാത്ത പാദവും ചിതറാത്ത ചിത്തവുമായി ഒരു 53കാരൻ നടന്നുപോയ വഴികളിൽ ബാക്കിയായ അടയാളക്കല്ലുകളാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ നിറമുള്ള കാഴ്ച. കാവിമാഞ്ഞ വഴിയോരങ്ങളിൽ തെളിഞ്ഞുവന്ന നീലക്കല്ലുകൾ രാഹുലിന്റെ നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പു കണങ്ങളാണ്. നിരാശയുടെ നിലയില്ലാ കയത്തിൽ നിന്ന് കോൺഗ്രസിനെ പിടിച്ചുയർത്തിയ രാജകുമാരൻ. വീണും എണീറ്റ് നടന്നും മുന്നോട്ടാഞ്ഞും പാകമെന്നൊരു രാഹുൽ ഗാന്ധിയാണ് ഈ തെരഞ്ഞെടുപ്പ് ബാക്കിയാക്കുന്ന ശ്രദ്ധേയ കാഴ്ചകളിലൊന്ന്. 2019 52 സീറ്റുമായി പാടെ തകർന്നു പോയ പാർട്ടിയുടെ നേതൃപദവി ഉപേക്ഷിച്ച് പുറത്തേക്കിറങ്ങിയതാണ് രാഹുൽ. പിന്നീട് നടന്നു തീർത്ത ചവിട്ടടികൾക്ക് രാജ്യത്തിന്റെ മനസ്സിൽ കണക്കുണ്ട്. ചേർത്തുപിടിച്ച ഹൃദയങ്ങൾക്കും എണ്ണമുണ്ട്. രാജ്യം കണ്ടിരിക്കെയാണ് അയാളുടെ താടിരോമങ്ങളിൽ നരവീണത്. അനക്കങ്ങളിൽ, നോട്ടങ്ങളിൽ, വാഗ്വിലാസങ്ങളിൽ പുതുക്കിപ്പണിത് പൊളിച്ചു വാർക്കപ്പെട്ട ഒരു നേതാവ് ഉയരെടുത്തതും കൺമുന്നിലാണ്. അപ്പുറത്തൊരാൾ വിഭജനത്തിന്റെ കാഷായ വസ്ത്രവുമായി രാഷ്ട്രീയ തീർത്ഥാടനത്തിനിറങ്ങിയപ്പോൾ രാഹുൽ ഇരുൾ വീണ വഴികളിലൂടെ വെളിച്ചം വിതറി. അപ്പുറത്തൊരാൾ താൻ ദൈവത്തിന്റെ ദൂതനാണെന്ന് വീമ്പു പറഞ്ഞപ്പോൾ താൻ ജനങ്ങളുടെ കാവൽക്കാരനാണെന്ന് രാഹുൽ വിളിച്ചു പറഞ്ഞു. വെറുപ്പിന്റെ കമ്പോളങ്ങളിൽ വലം കൈയിൽ ഉയർത്തിപ്പിടിച്ച ഭരണഘടനയുമായി രാഹുൽ ആളെക്കൂട്ടി. ഇന്ത്യയുടെ മതേതര മനസ്സിനേറ്റ മുറിവുകളിൽ അയാളുടെ പൊടിമരുന്നുകൾ ഫലം കണ്ടു. ഒറ്റയ്ക്ക് കയറി ചെല്ലാനാകാത്ത ഇടങ്ങളിൽ പുതിയ കൂട്ടുകളുണ്ടായി. യുപിയിൽ അഖിലേഷും ബീഹാറിൽ തേജസ്വിയും മഹാരാഷ്ട്രയിൽ ഉദ്ധവും രാഹുലിന്റെ ഇടവും വലവും കാവൽ നിന്നു. ഇന്ത്യൻ രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ അതിശയ ചിത്രമായി പ്രതിപക്ഷ നേതാക്കൾ ഒന്നിച്ചിരുന്നപ്പോൾ അതിന്റെ കേന്ദ്രബിന്ദുവായി രാഹുൽ നടുക്കിയിരുന്നു. യുപിയിലും രാജസ്ഥാനിലും ഹിന്ദി ഹൃദയഭൂമിയിലും അതിന്റെ പ്രകമ്പനങ്ങൾ ഉണ്ടാകുന്നു. ഒടുക്കം പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ പഴയ മോദി തന്നെ കഷ്ടിച്ച് മുന്നിൽ കയറിയിരിക്കുമ്പോൾ നേർക്കുനേർ പടവെട്ടാനൊരുങ്ങി പുതിയ പ്രതിപക്ഷ നേതാവുണ്ടാകും. അയാൾക്കൊപ്പം കരുത്തുള്ള പുതിയ ചേരി ഉണ്ടാകും. ഇനിയാണ് മോദിയും BJPയും ഭയക്കേണ്ടതെന്ന് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകുന്നു. കാത്തിരിക്കാം ഇന്ത്യ കമ്പനിയുടെ പുതിയ കളികൾക്കായി. PC സൈഫുദ്ദീൻ, ന്യൂസ് ഡെസ്ക്, മീഡിയ വൺ. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ വണ്ണിനൊപ്പം.